വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. 85 ലക്ഷത്തിന് മേലെ രൂപയുടെ സിവിൽ വർക്കുകൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ വർക്കുകളുടെ പൂർത്തീകരണത്തോട് അനുബന്ധിച്ചാണ് നാം ഉദ്ഘാടനം നടത്തുന്നത്. ഒരുപക്ഷെ ചിലരുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാകാം, അമ്പലക്കുളം ആയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം ലഭ്യമാകുമോ? കൃത്യമായി അങ്കമാലി നഗരസഭയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റിംഗ് കമ്മിറ്റിയും ശരിയായ രീതിയിൽ ഒരു എഗ്രിമെന്റിൽ തന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവിടെ യാതൊരു തടസ്സവും നേരിടുന്നതല്ല. ഈ പ്രദേശത്തുള്ള ആർക്കും ഈ കുളം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ അതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അമ്പലക്കുളമാണ്. ക്ഷേത്ര മര്യാദകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മാത്രമേ ഈ അമ്പലക്കുളം ആരും ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അസമയങ്ങളിൽ ഇവിടെ പ്രവേശനം അനുവദിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒറ്റപ്പെട്ട വിജനമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഒരു സൈഡിൽ പാടശേഖരമാണ്, വളരെ ആഴമുള്ള കുളമാണ്. അപ്പോൾ അപകട സാധ്യതയും അതുപോലെ തന്നെ ദുരുപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും ഉള്ളതിനാൽ രാത്രി കാലങ്ങളിൽ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല. അതേപോലെ തന്നെ അമ്പലക്കുളത്തിൽ വരുന്നവർ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കണം. മാത്രമല്ല സോപ്പ്, എണ്ണ എന്നിവയുടെ ഉപയോഗം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം വെള്ളം എപ്പോഴും പുറത്തോട്ട് ഒഴുകി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന നഗരസഭയാണ് അങ്കമാലി. ഇവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മര്യാദകളും അതേപോലെ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നേട്ടം തന്നെയാണ്. രജി മാത്യുവിൻ്റെ കാലത്ത് അദ്ദേഹം നിരന്തരം നമ്മുടെ അങ്കമാലി നഗരസഭയിലെ പല കുളങ്ങളും ഇതുപോലെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അങ്കമാലി നഗരസഭയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും വലിയ തുക മുടക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അതിൻ്റെ പണിയുടെ കാലം തൊട്ട് തന്നെ രജി വളരെ സംതൃപ്തിയോടുകൂടി ഇത് എല്ലാ ദിവസവും വന്നു നോക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ദിവസത്തെ അവലോകന റിപ്പോർട്ട് അവിടെ അറിയിക്കുകയും AXCയും AEയും ഓവർസിയറുമൊക്കെയായി സംസാരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമായിരുന്നു. ശ്രീ മാത്യു തോമസും അതിന് പൂർണ്ണ പിന്തുണ തന്നെ നൽകിക്കൊണ്ടുവരുന്നു. ഏതായാലും നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും ഈ സന്തോഷത്തിൽ അല്ലെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കുവാൻ അതിയായ സന്തോഷം തന്നെയുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. കൗൺസിലർമാരെ, ചെയർമാൻമാരടക്കമുള്ള ആളുകളെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അമൃത് സ്കീം. പ്രത്യേകിച്ച് അത് 2 കാര്യങ്ങളിലാണ് അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഒന്ന്, ഇതുപോലെയുള്ള ജലസ്രോതസ്സുകൾ നവീകരിക്കുക. മറ്റൊന്ന് കുടിവെള്ള പദ്ധതിയാണ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ അമൃത് സ്കീം പദ്ധതി ഉൾപ്പെടുത്തി കുടിവെള്ളത്തിൻ്റെയും ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം ബഹുമാനരായ കൗൺസിലർമാർ ഇവിടെ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കും.
ഷിവജി സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതി നേടിയെടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദ്ധതികൾ പലപ്പോഴും പ്രഖ്യാപിക്കും ഏത് കാലഘട്ടത്തിലും. പക്ഷേ അതിൻ്റെ ഒരു മിടുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ പിന്നാലെ പോയി അതെന്തെന്ന് മനസ്സിലാക്കി സംയോജിതമായി ഇടപെട്ട് അത് പ്രാവർത്തികമാക്കാൻ നടത്തുന്ന ഒരു കാര്യക്ഷമതയാണ് പലപ്പോഴും പദ്ധതി വിഹിതം നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചവരാണ് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ, ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാവരും. അതിലൊന്നും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സഹകരണം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ലഭിക്കുന്നതിൽ സന്തോഷം. ഇത് കുറച്ചുകൂടി നമുക്കൊരു സന്തോഷം. സർക്കാർ ഫണ്ടുകൾ നമുക്ക് ആരാധനാലയങ്ങൾ, അതിപ്പോൾ ക്ഷേത്രമായാലും പള്ളിയായാലും അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള കുളങ്ങൾ, ജലാശയങ്ങളൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫണ്ട് വിനിയോഗിക്കാൻ സാങ്കേതികമായി പലപ്പോഴും തടസ്സമുണ്ടാകും. കാരണം അതൊരു ആരാധനാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെയോ ഒക്കെ ഉടമസ്ഥതയിലാണ് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ ഈ കുളം ഇത് ക്ഷേത്രത്തിന് മാത്രമല്ല, ഈ നാടിന് മൊത്തത്തിൽ അത് പ്രയോജനപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടി അത് നഗരസഭയുമായി ചേർന്നുകൊണ്ട് അത് പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ആ ക്ഷേത്രകുളം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് നഗരസഭയുമായി സഹകരിച്ച് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ സന്നദ്ധമായ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ ഞാൻ ഇതിൻ്റെ ഭരണസമിതിയെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കുന്നുകളും സന്തലങ്ങളുമൊക്കെ ആയിട്ട് വളരെ ഭംഗിയായ പച്ചപ്പാർന്ന മനസ്സിന് വളരെയേറെ സന്തോഷം നൽകുന്ന, കുളിർമ നൽകുന്ന നമ്മളുടെ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ ഭംഗി ഞാനിങ്ങനെ 2 വാക്കുകളിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതല്ല. കാരണം മനസ്സ് വളരെയേറെ സങ്കുലിതമായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ, ഒത്തിരിയേറെ ടെൻഷൻ പിടിച്ച അവസരങ്ങളിൽ ഞാനിവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ പാർക്കിൽ വരാറുണ്ട്, ഐക്കാട്ടുകടവിൽ. അതിൻ്റെയും പുനരുദ്ധാരണ വർക്കുകൾ നടക്കുകയാണ്. ഏകദേശം 90 ലക്ഷം രൂപ വരുന്ന ഐക്കാട്ടുകടവ് പാർക്കിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വരികയാണ്. നമുക്ക് അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തത ലഭിക്കും.